ക്യാരറ്റ് കയ്യിലുണ്ടായിട്ടും ഇതുപോലൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി സമയം കളയണ്ട കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഉണക്കമുന്തിരി ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. നന്നായിട്ട് കളർ മാറി വന്നാൽ ഇനി പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് എടുത്താൽ മതിയാവും. ഇനി നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്കൊരു മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റിൻ്റെ ആ ഒരു പച്ചക്കടിയൊക്കെ മാറിയിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുവരെ കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. ഞാനൊരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നെയ്യ് കുറച്ചൊരു കുറവുണ്ടായതുകൊണ്ട് 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങ ചെറുതായിട്ടൊന്ന് വഴന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ മതിയാവും. ഈ ഒരു സമയത്ത് കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ തേങ്ങയ്ക്കൊന്ന് കളർ മാറി ഒന്ന് റെഡിയായിട്ട് വന്നാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നാൽ ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചൂടാറിയിട്ടുള്ള ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. കുക്കറിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മുകളിലായിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂ നട്ടും കൂടെ മുകളിലൊന്ന് വിതറി കൊടുക്കാം. ഇനി ഒരു കൂട്ടിലൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊരു 15-20 മിനിറ്റ് വേവിച്ചെടുക്കാം. മുട്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ചിലപ്പോൾ ടൈമിൽ വ്യത്യാസം വരാം. മുകൾ ഭാഗമൊക്കെ നല്ല സെറ്റായിട്ടുണ്ടെങ്കിൽ ഒട്ടി പിടിക്കുന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് കളർ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ബ്രഷ് ചെയ്തിട്ടുള്ള ഒരു പാനിലേക്ക് മറിച്ചിട്ടിട്ടൊന്ന് ആ ഭാഗം കൂടെ ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.